സർ, ആറന്മുളയിലും തിരുവല്ലയിലും കടുത്ത ത്രികോണ മത്സരമാണ് നിലനിൽക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു അതിനെ? തീർച്ചയായിട്ടും നമുക്ക് അടുത്തുള്ള, ഞാൻ താമസിക്കുന്ന, എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങൾക്ക് അടുത്തുള്ള രണ്ട് മണ്ഡലങ്ങളായതുകൊണ്ടാണ് ഞാൻ ആറന്മുളയുടെയും തിരുവല്ലയുടെയും കാര്യം എടുത്തു പറയാമെന്ന് വിചാരിക്കുന്നത്. തിരുവല്ല മണ്ഡലം എന്ന് പറയുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് ഒരു 12 കിലോമീറ്റർ അകലെയാണ്. വളരെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വളരെ കാലങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലവുമാണ്. എന്റെ പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു മണ്ഡലമാണ്. സാധാരണഗതിയിൽ അവിടെ അങ്ങനെ വലിയ മത്സരമൊന്നും കാണാറില്ല. മാത്യു ടി തോമസ് എന്നുള്ള ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥിയാണ് വർഷങ്ങളായിട്ട് അവിടെ MLA ആയിട്ട് നിൽക്കുന്ന ആള്. ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു, അങ്ങനെ കാണാറുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ബലമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വൈദികന്റെ മകനായതുകൊണ്ടും അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം കൂടെ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടും തിരുവല്ലയുടെ ഒരു സാമൂഹ്യ ഘടന, അതെ, അതിന്റെ പിന്തുണയുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സാമൂഹ്യ ഘടന അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി, അത്തരത്തിൽ സഭയുടെയൊക്കെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കുന്നത്. അല്ലാതെ ഈ പാർട്ടിയുടെ വലിയ ബലം കൊണ്ടൊന്നുമല്ല. ജനതാദൾ എസ് എന്ന് പറയുന്നത് വലിയ ശക്തിയായ ഒരു പാർട്ടിയൊന്നുമല്ല തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം. ഈ ചില ഘടകങ്ങളാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടുകളും കേട്ടോ വളരെ ക്ലീൻ റെക്കോർഡുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ടാണ് ശ്രീ മാത്യു ടി തോമസ് അവിടെ ജയിച്ചു വരുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ മത്സരത്തിലാണ് ഞാൻ ഈ ചില പ്രത്യേകതകൾ അവിടെ കാണുന്നു പറഞ്ഞാൽ വളരെ കടുത്ത മത്സരമാണ്, അതിശക്തമായ മത്സരമാണ് അവിടെ തിരുവല്ല മണ്ഡലത്തിൽ കാണുന്നത്. ഇപ്രാവശ്യം അദ്ദേഹത്തെ അവിടെ നേരിടുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട അവരുടെ ജോസഫ് ഗ്രൂപ്പിന്റെ ആയിട്ടുള്ള ഒരു വർഗീസ് മാമൻ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വർഗീസ് മാമനാണ് ശ്രീ മാത്യു ടി തോമസിനെ നേരിടുന്നത്. അപ്പൊ മാത്യു ടി വർഷങ്ങളായിട്ട് ഇവിടുത്തെ MLA ആണ്. ഇദ്ദേഹവും അവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സഭയുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിനും അത്തരത്തിലുള്ള വൈദികരെ ഒക്കെയുള്ള ഒരു കുടുംബത്തിലെ നിന്ന് വന്ന ആളാണ്. ആ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ രണ്ടുപേരും ഏതാണ്ട് സാമൂഹ്യ പശ്ചാത്തലവും മറ്റു കാര്യങ്ങൾ, ജനന വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളിലൊക്കെ സഭയുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ആളുകളാണ്. അവരുടെ പ്രവർത്തന മേഖലകളിൽ അങ്ങനെ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഇതിന്റെ ഇടയിലേക്കാണ് അനൂപ് ആന്റണി എന്ന ഒരു ആള്. അദ്ദേഹം അമ്പലപ്പുഴക്കാരനാണ്. അമ്പലപ്പുഴ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക്. ആലപ്പുഴ ജില്ലക്കാരനാണ്. ഈ അനൂപ് ആന്റണിയാണ് അവിടെ വരുന്നത്. അദ്ദേഹമാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. ഇവിടെ മണ്ഡലം ശ്രദ്ധിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രധാനമന്ത്രി NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് വന്ന സമയത്ത് രണ്ടാമത്തെ വരവില് അദ്ദേഹം വന്ന ഒരു 2-3 സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ അദ്ദേഹം സംസാരിച്ചുള്ളൂ. തിരുവനന്തപുരത്ത് അവസാന റോഡ് ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരുവല്ല അസംബ്ലി മണ്ഡലത്തിലേക്ക് അദ്ദേഹം വന്നിരുന്നു. അപ്പൊ ആ സമയത്താണ് ശ്രദ്ധിക്കുന്നത് തിരുവല്ലയിൽ ഈ അനൂപ് ആന്റണിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും മറ്റ് രാഷ്ട്രീയ വൃത്തങ്ങളില് അല്ലെങ്കിൽ അങ്ങനെ രംഗത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. പക്ഷെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ വേദിയിലേക്ക് വന്ന ശേഷമാണ് അനൂപിനോട് ചില കാര്യങ്ങൾ പറയുന്നു. അനൂപിനെ കുറിച്ചും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന അവിടെ വെച്ചാണ്. അദ്ദേഹമാണ് അന്നേരം പറയുന്നത്, ആ വേദിയിൽ വെച്ചാണ്. വലിയ ജനക്കൂട്ടമായിരുന്നു. ഏതാണ്ട് 10-50,000-ഓളം ആളുകൾ പങ്കെടുത്ത വലിയ മീറ്റിംഗ് ആണ്. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അങ്ങനെ വലിയ ശക്തിയുള്ളൊരു സ്ഥലമൊന്നുമല്ല. അത്യാവശ്യം ശക്തിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. 16% വോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അക്കീരമൺ കാളിദാസ ഭട്ടതിരി എന്ന് പറഞ്ഞ ഒരാള് 2016 മത്സരിക്കുമ്പോൾ 21% വോട്ടും നേടിയിട്ടുണ്ട് അവിടെ കേട്ടോ. അത്ര പേരൊക്കെ ഉണ്ട് അവർക്ക് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തില് പ്രധാനമന്ത്രി ഇദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അനൂപിനെ കുറിച്ച് അനൂപിന്റെ തോളിൽ തട്ടുകയാണ്. ഇടത്ത് കൈയാണ് സാധാരണഗതിയിൽ അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഒരു ഇടത്ത് കൈക്കാണ് അദ്ദേഹത്തിന് സ്വാധീനം. ഇടത്ത് കൈ കൊണ്ട് അനൂപിന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, ഈ അനൂപ് എന്നാണ് പേരെടുത്ത് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. 5 വർഷമായിട്ട് എന്റെ കൂടെയുള്ള ആളാണ്. രാവും പകലും ഡൽഹിയില് എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാളെ ഞാൻ തിരുവല്ല നിങ്ങൾക്ക് വേണ്ടി തരികയാണെന്നൊക്കെ ഉള്ളൊരു മട്ടിലാണ് പ്രധാനമന്ത്രിയുടെ സംസാരം വന്നത്. അതേപോലെ തന്നെ അനൂപിനും അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹവും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഏതാണ്ട് 4-5 വർഷമായിട്ട് തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും സംഘടനാ ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വലിയൊരു പ്രോജക്ട് വിജയസാധ്യതയെ കുറിച്ച് നമുക്ക് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഞാൻ ഒരു പശ്ചാത്തലം പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ 40% വോട്ട്, 40% വോട്ടും 35 LDF-നും 35%-ഓളം UDF-ഉം കഴിഞ്ഞ തവണ വന്ന കണക്കാണ്. 21%-22% വരെ BJPയോടെ പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയൊരു സപ്പോർട്ടോടുകൂടി ഇവര് മൂന്ന് പേരും ഈ പറയുന്നത് പോലെ അത്തരത്തിലൊരു പശ്ചാത്തലം കൂടെ വരുന്നത് കൊണ്ട്
നമ്മൾ ഈ വോട്ടുകളെ ഒന്നും നിശ്ചയിക്കാനൊക്കത്തില്ല. പിന്നെ ഈ പ്രോജക്ട് വികസനമാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം മാത്യു ടി തോമസിനെ പ്രശ്നത്തിൽ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇന്ന് വന്നിരിക്കുന്ന ഒരു ആരോപണം, അത് പ്രത്യക്ഷമായിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് മന്ത്രി മാത്യു കുഴൽനാടൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്തിലും മാത്യു ടി തോമസിന്റെ പേര് വരുന്നുണ്ട്, പേര് കയറി വരുന്നുണ്ട്. അത് AI നിർമ്മിതമാണെന്നാണ് പറയുന്നത്. അതിന്റെ ക്ലാരിറ്റി കൃത്യമായിട്ട് വന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആരോപണമായിട്ട് അതിനെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ തുടർച്ചയായിട്ട് മത്സരിക്കുന്ന ആളാണ്. മറ്റേയാൾ അദ്ദേഹം പുതുമുഖമാണ്. അപ്പൊ അതിനിടയിൽ ഈ അനൂപ് ആന്റണിയാണ് ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു തിളക്കത്തോടെ നിൽക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയത്തിൽ മറ്റ് അവിടെ മണ്ഡലം നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. അദ്ദേഹത്തിന്റെ വോട്ടുകൾ നന്നായിട്ട് കയറി വരാമെന്നാണ് പറയുന്നത്. അതായത് മറ്റ് രണ്ട് ആളുകളും, സഭയുടെ പിന്തുണയുള്ള മറ്റ് രണ്ട് ആളുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പശ്ചാത്തലമുള്ളവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ അനൂപ് ആന്റണിക്ക് വലിയൊരു സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വികസനം ലക്ഷ്യമാക്കുന്നതും ചെറുപ്പക്കാരായ ആളുകൾ. അതുപോലെ ഛത്തീസ്ഗഡിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കന്യാസ്ത്രീകളെ ഒരു കേസ് ഉണ്ടായ സമയത്ത് അന്ന് അവർക്ക് ജാമ്യം കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് BJP ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അന്ന് രാജീവ് ചന്ദ്രശേഖരോടൊപ്പം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവസാനം അമിത്ഷാ വിചാരിച്ചിട്ടാണല്ലോ, അമിത്ഷായെ കണ്ടിട്ടാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായിട്ട് ശുപാർശ ചെയ്തിട്ടാണ് അവർക്ക് ജാമ്യം തന്നെ കിട്ടിയത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടത് കൊണ്ട് ഇദ്ദേഹത്തിനോട് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് BJPയുടെ വിലയിരുത്തൽ. രണ്ട്, നമ്മൾ ആറന്മുളയെ സംബന്ധിച്ച് അവിടെ അതിശക്തമായ ത്രികോണ മത്സരമാണ്. ആറന്മുള മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം കിട്ടുന്നത് വീണ ജോർജ് അവിടെ 2 തവണയായിട്ട് ജയിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ജയിക്കാൻ വളരെ എളുപ്പമായിട്ട് സാധിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ കേട്ടത് അവരവിടെ മത്സരിക്കുന്നില്ല, അവരവിടെ നിന്ന് മാറുകയാണ്. അവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. പിന്നെ രണ്ടാമതാണ് വീണ്ടും പാർട്ടി നിർദ്ദേശിക്കുന്നു, അങ്ങനെ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു കണ്ടീഷൻ വന്നിരുന്നു. പത്മകുമാർ എന്ന് പറയുന്ന ശബരിമല കേസിൽപ്പെട്ട CPM-ന്റെ നേതാവ് ഒന്ന് മാറുകയാണ്. അദ്ദേഹം ആയിരുന്നു കഴിഞ്ഞ മുമ്പത്തെ തവണ ചുമതലക്കാരൻ. പിന്നെ ഓമല്ലൂർ ശങ്കരൻ എന്ന് പറയുന്ന ഒരു നേതാവ് വന്നു, അദ്ദേഹത്തിന് ചുമതല കൊടുത്തു തെരഞ്ഞെടുപ്പിന്റെ. പക്ഷെ പെട്ടെന്ന് ഓമല്ലൂർ ശങ്കരനെ മാറ്റുന്നു, മറ്റൊരാളെ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ തന്നെ ചെറിയ നീക്കുപോക്കുകളൊക്കെ വന്ന് ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ മണ്ഡലത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിന് നേരെയാണല്ലോ ഉണ്ടായത്. പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായത്, ഒരുപാട് ആരോപണം, കത്രീയ ആരോപണം വരെ വന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വയറ്റിൽ കത്രീയുമായിട്ട് ഓപ്പറേഷന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടന്ന സ്ത്രീയെ അവരും അവരുടെ ഭർത്താവും എല്ലാം കൂടെ അവിടെ പ്രചരണത്തിന് വന്നിരുന്നു. ഈ മന്ത്രിക്കെതിരെ പ്രചരണത്തിന് വിജയം സാധ്യമാണ്. ആർക്കാണ്? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അതിശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് അബിൻ വർക്കി വരുന്നു. അബിൻ വർക്കി ആ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അതിശക്തമായ മത്സരമായി ഒരേ സഭക്കാരുമായി ഒരേ സഭയിൽപ്പെട്ട ആളുകളിലേക്ക് വന്നു. അതാണ് ആ മണ്ഡലത്തിന്റെ പ്രത്യേകത. ആറന്മുളയും ഈ പറഞ്ഞതുപോലെ ഹിന്ദു പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ അതിനിടയിലാണ് ഒരു സഭാ മേലധ്യക്ഷന്റെ പ്രസ്താവന വന്നത് കേട്ടില്ലേ? അതായത് അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ് ഇതിനകത്തിലെ ഇലക്ഷൻ ഉണ്ടാകുന്ന ചില തെറ്റുവശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അബിൻ വർക്കിയും വീണ ജോർജും ഞങ്ങളുടെ സഭയുടെ മക്കളാണ്, സഭയുടെ 2 മക്കളാണ്, അവര് തമ്മിലാണ് മത്സരിക്കുന്നത്, 2 പേരും ജയിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഒരു അംഗത്തില് പണ്ട് MT വാസുദേവൻ എഴുതിയ പോലെ ഒരു അംഗത്തിൽ 2 പേരും ജയിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാളല്ലേ ജയിക്കൂ എന്നൊരു സങ്കടമേ ഞങ്ങൾക്കുള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന എന്താണ്, അവര് 2 പേരും അബിൻ വർക്കിയും വീണ ജോർജും സഭയുടെ മക്കളാണ്. അപ്പൊ ഇപ്പുറത്തുള്ള കുമ്മനം രാജശേഖരനോ അദ്ദേഹത്തിന് തെമ്മാടിക്കുഴി പോണ്ട ആളാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയുടെ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ സ്ഥാനത്തും അസ്ഥാനത്തും മേലധ്യക്ഷന്മാര് സഭയുടെ പിതാക്കന്മാരൊക്കെ ഉള്ള പ്രസ്താവനകൾ ദോഷം ചെയ്യും. അവർക്ക് വലിയ ശക്തിയുള്ളതാണ്. അത് ഈ കുമ്മനത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്നു ആറന്മുള. ഒരു സമയത്ത് വിമാനത്താവള നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ശബരിമല, അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ല അദ്ദേഹത്തിന്റെ ഒരു തട്ടകമാണ്. അതിൽ തന്നെ ആറന്മുള വളരെ ഒരുപാട് എന്നിരുന്നാലും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ട് മനസ്സിൽ നന്മയുള്ള സ്ഥാനാർത്ഥികൾ ജയിക്കട്ടെ തിരുവല്ലയിലും ആറന്മുളയിലും, അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ തന്നെ ഇത് വരുള്ളൂ. കാരണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ജനത്തിന്റെ ആ പൾസാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാം എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനത്തിന്റെ മനസ്സിലെ ധാരണയുണ്ട്. ഒരുപക്ഷെ വികസന ലക്ഷ്യമായിട്ട് ഉള്ള വോട്ടുകളാണ് വരുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനൂപ് ആന്റണിക്ക് അങ്ങനെ ഒരു സാധ്യത അവിടെ നമ്മൾ വരുന്നതിന്റെ ഒരു കാര്യം അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നിസ്സാരമായിട്ട് BJP സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഒരു ശതമാനത്തിൽ എഴുതി തള്ളാവുന്നവരല്ല. അതേപോലെ തന്നെയാണ് ആറന്മുളയിൽ കുമ്മനത്തിനും തന്നെയാണ്.
കുമ്മനം രാജശേഖരനും അങ്ങനെ തന്നെയാണ്. എത്രയോ വർഷ പാരമ്പര്യമുള്ള ആളാണ്. ഗവർണറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളുമാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അനുഭവ സമ്പത്ത് ഓക്കെ. കേന്ദ്ര സർക്കാർ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ആകട്ടെ. അങ്ങനെ ആളുകൾ ചിന്തിക്കാം. അങ്ങനെയും ആളുകൾ ഓക്കെ. ചിന്തിക്കാം. അതുകൊണ്ടാണ് വളരെ ഓക്കെ. കൗതുകത്തോടെ ഈ രണ്ട് മണ്ഡലങ്ങളും നമ്മൾ നോക്കിക്കാണുന്നത്.